ഗൈസ്, അങ്ങനെ ലാസ്റ്റ് വരുന്നതാണ് അണ്ടർ വാട്ടർ ടണൽ. നല്ല തിരക്കായിരുന്നു. അത് ലാസ്റ്റ് സെക്ഷനാണ്. കാണാൻ നല്ല രസമാണ്. ഞങ്ങളപ്പോൾ കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ തന്നെ നോക്കിയപ്പോൾ ഒരു വലിയ അരപ്പൈമ മീൻ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഇത്ര വലിയ മീൻ ഞങ്ങൾ കുഞ്ഞുമോനെ ഇങ്ങനെ പിടിച്ചു. ഞങ്ങൾ വിചാരിച്ചു അവൻ പേടിക്കുന്നു, പക്ഷെ അവൻ ഒട്ടും പേടിച്ചില്ല. അവൻ ഭയങ്കര ഹാപ്പിയായി, ത്രിൽഡായി, ഭയങ്കര നല്ലൊരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഇത്ര വലിയ മീൻ നമ്മളുടെ അടുത്ത് കൂടെ നമുക്കിങ്ങനെ തൊടാനൊക്കെ പറ്റണ പോലെയൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ഉണ്ട്, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ആ മീൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അത് കൗതുകത്തോടെ നോക്കി നിന്നു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അണ്ടർ വാട്ടർ ടണൽ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ലൊരു കൺകുളിർക്കുള്ള കാഴ്ചകളായിരുന്നു. നല്ല നല്ല വലിയ മീനുകൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും നല്ല പോലെ ക്ഷീണിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ പോയി. ലാസ്റ്റ് സെക്ഷനായിരുന്നു. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. വയനാട് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. കുടുംബശ്രീക്കാരുടെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ കുറേ ഐറ്റംസ്, നമുക്ക് വെറൈറ്റി ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഫിഷ് ഫീഡിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അത് ഫിഷ് ഫീഡ് ചെയ്യണേക്ക് മുമ്പ് നമ്മൾ കൈ നന്നായിട്ട് വൃത്തിയാക്കി കഴുകണം. കൊടുത്തു കഴിഞ്ഞിട്ടും കൊടുക്കണേക്ക് മുമ്പും കഴുകണം. അത് കഴിഞ്ഞ് ഇങ്ങനെ നിറച്ചും മീനുകൾ നല്ല രസമായിട്ടോ കാണാൻ. അവർ കുറച്ച് നമ്മൾക്ക് ഫുഡ് തരും. അത് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ മൂന്നല്ലേ ചെറുതിനടക്കം ഞങ്ങൾ കൊടുപ്പിച്ചു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവർ നമ്മളുടെ കൈ ഇങ്ങനെ കടിക്കുകയൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് അത്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വല്ല ഡ്രിങ്ക്സോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ അവിടെ കടകളൊക്കെ ഉണ്ടായി. കുറച്ചൊരു പ്ലേ ഗ്രൗണ്ട് പോലെ എന്തെങ്കിലും കളിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഒരു വലിയ റാബിറ്റും ഒരു ആമയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കളിച്ച് മോൻ അവിടെ തന്നെ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് പോയി. ലാസ്റ്റ് സെക്ഷനായിരുന്നു ലൈവ് ഫിഷ് ക്യാച്ചിങ്. അത് കുഞ്ഞു കുഞ്ഞു മീനുകളിൽ ഇങ്ങനെ പിടിക്കാൻ. ഞങ്ങളതിൽ കയറിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കനെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ എല്ലാവരും വരാൻ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.